ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇപ്പൊ കണ്ടിട്ട് വന്ന് കയറി ഉടനെ വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിച്ചു. ഇപ്പൊ ബ്രാൻഡ് ന്യൂ ഡേയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഈ റിവ്യൂവിൽ എനിക്ക് ആദ്യമേ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് ഈ പടം കണ്ടിട്ട് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ഞാൻ പറയണതാണ്. ഇതേപോലെ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ഞാൻ മാത്രമേ പറഞ്ഞു കാണത്തുള്ളൂ, ഞാൻ മാത്രമേ പറയത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് ഞാൻ ഈ പടം കണ്ട ശേഷം എനിക്ക് എങ്ങനെ ഫീലായി എന്നുള്ള സാധനമാണ് പറയാൻ പോകുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അത് റിലേറ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് പടത്തിന്റെ റിവ്യൂയിലോട്ട് പോവാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ 2 മണിക്കൂർ 20 മിനിറ്റോ 25 മിനിറ്റോ 30 മിനിറ്റോ പടമാണ്. പടം ഫസ്റ്റ് ഹാഫ് ഡേ എന്ന് പറഞ്ഞു പോയി. ഒരു വെറുതെ വന്നൊരു ഇന്റർവെല്ലിൽ കട്ട് കൊണ്ടുവച്ചു. അത് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ലാത്ത രീതിയിൽ ഒരു ഇന്റർവെൽ കട്ട് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1.5 മണിക്കൂർ പടം. പടത്തില് കുറെ ക്യാമിയോസ് ഉണ്ട്. കുറെ എന്ന് പറയാനായിട്ട് ഭയങ്കര ഒരുപാട് ക്യാമിയോസ് ഒന്നുമില്ല, കുറച്ച് ക്യാമിയോസ് ഉണ്ട്. യൂട്യൂബിൽ കുറേമാർ കുറെ തിയറിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഈ തിയറി കേട്ട് കാണാത്ത ആൾക്കാർ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ തിയറിയുടെ വെറും ഒരു 30% പോട്ടു, 25% മാത്രമേ ഈ യൂട്യൂബിലിരുന്ന് വീഡിയോ ഇട്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നവന്മാർ പറയുന്ന തിയറിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ക്യാമിയോസ്, യവന്മാർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ക്യാമിയോസും കാര്യങ്ങളും ഒന്നും പടത്തിൽ ഇല്ല. പടത്തിൽ ക്യാമിയോ ഭയങ്കരമായിട്ടുള്ള ക്യാമിയോസും കാര്യങ്ങളും ഒക്കെ പടത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അത് കാണാൻ കിട്ടത്തില്ല. ഇത് എനിക്ക് ഫീൽ ആയതാണ് ഞാൻ പറയാൻ പോകുന്ന. ഈ പടം ഫാർ അവേ ഫ്രം ഹോം, നോ വേ ഹോം, ഹോം കമ്മിങ്, ഈ 3 പടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനെ കാട്ടിയും ഭയങ്കര വ്യത്യാസമുണ്ട് ബ്രാൻഡ് ന്യൂ ഡേയിലെ ടോം ഹോളണ്ടിന്റെ ഈ ഒരു സ്പൈഡർമാന്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഫീൽ ആവുന്ന ഒരു വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ OG സ്പൈഡർമാനുണ്ട് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ പ്ലസ് ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാന്റെ ഒരു കോംബോ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ, രണ്ടിന്റെയും കൂടെ ഒരു ക്യാരക്ടർ ലെവലും അല്ലെങ്കിൽ അപ്പിയറൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആ ഒരു ക്യാരക്ടർ രീതിയിലുള്ള ഒരു സ്പൈഡർമാൻ ആയി ടോം ഹോളണ്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു സംഭവമാണ് ഈ പടത്തിന് എനിക്ക് ഉടനീളം ഫീൽ ചെയ്തത്. നമുക്കൊരു മാർവൽ എന്റർടൈൻമെന്റ്സ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന ഒരു സ്പൈഡർമാൻ ആയിട്ട് തോന്നില്ല. പക്കാ സോണിയുടെ സ്പൈഡർമാൻ, ഒരു ഇത്ര നാള് കളിച്ചിരിച്ച് നടന്ന ഒരു എല്ലാത്തിൻ്റെ അടുത്തും ഒരു എന്തൂസിയാസം കാണിച്ച് നടന്ന ഒരു സ്പൈഡർമാനിൽ നിന്ന് കുറച്ചൊരു വേറെ ലെവൽ സ്പൈഡർമാൻ ആയിട്ട് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ മാറിയൊക്കെയാണ്. കാരണം നമുക്ക് ആ ഒരു മാവൽ സ്പൈഡർമാന്റെ വൈബ് അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ക ഒരു സോണി സ്പൈഡർമാൻ എന്ന് വെച്ചാൽ നമ്മുടെ ടോബി മഗ്വയറിന്റെ പടം സ്പൈഡർമാൻ 1, 2, 3, പിന്നെ അമേസിങ് സ്പൈഡർമാൻ 1, 2, ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫീൽ കിട്ടുന്ന ആ ഒരു ഫീൽ അല്ലല്ലോ നമുക്ക് ഈ നോ വേ ഹോമിൽ കിട്ടിയത്. അപ്പൊ ആദ്യത്തെ ഈ 5 പടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വൈബും കാര്യമാണ് നമുക്ക് ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ മാവലിലെ ബാക്കി ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒബ്വിയസ്ലി മാവൽ സ്പൈഡർമാൻ നമുക്ക് വിളിക്കാം. ബട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഒരു അപ്പിയറൻസും കാര്യങ്ങളും അവരുടെ ഒരു തീമും പാറ്റേണും ഒക്കെ വെച്ചിട്ട് എനിക്കിതൊരു സോണിയുടെ സ്പൈഡർമാൻ, ടോബി മഗ്വയറിന്റെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഒക്കെ സ്പൈഡർമാൻ മൂവി എങ്ങനെയായിരുന്നോ ആ ഒരു ഫീലാണ് എനിക്ക് ബ്രാൻഡ് ന്യൂ ഡേ നിന്ന് കിട്ടിയത്. ഡെയർ ഡെവിൽ വരും. തൊലിക്കും വന്നിരുന്നു ഡെയർ ഡെവിലിനെ കാണാനായിട്ടൊന്നും ആരും അതിനകത്ത് പോകണ്ട. ഡെയർ ഡെവിലൊന്നും ഇല്ല. പിന്നെ ക്യാമിയോസ് ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല. പിന്നെ ട്രെയിലറിൽ കാണിച്ച പോലെ ഹൾക്ക്, റാംപേജ് ഹൾക്ക് റാംപേജ് ഉണ്ട്, ശരി തന്നെ. പക്ഷെ ഹൾക്കിന് ഒരുമാതിരി കോമഡിയാണ്. അങ്ങനെയൊക്കെ ആക്കി കളഞ്ഞു ലാസ്റ്റ്. ബ്രൂസ് ബാനർ ആർക്കെങ്കിലും വല്ല പറ്റിയോ? എനിക്കല്ലേ പറ്റിയുള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇതാണ് ബ്രൂസ് ബാനർ. അതിനകത്ത് റാംപേജ് ഹൾക്കാണ്. പക്ഷെ ആർക്കെങ്കിലും വല്ലതും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? ഞാൻ ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് വിചാരിക്കും ഇവനെന്ത് വട്ടാണോന്ന് നോക്കിയാൽ നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പടം കണ്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വന്ന് ഈ റിവ്യൂ കാണണം കേട്ടോ. എനിക്ക് സ്പോയിലർ പറയാൻ താല്പര്യമില്ല, കാരണം സ്പോയിലറായിട്ട് പറയാനായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. കാര്യമായിട്ട് സ്പോയിലർ പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് അതിഭയങ്കര കഥയായിട്ടോ
ഭയങ്കര സ്റ്റോറി ലൈൻ ആയിട്ടൊന്നും എനിക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്തില്ല. ഐ എം എ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ് ഇൻ ദിസ് മൂവി, ബട്ട് ദ മൂവി വാസ് എന്റർടൈനിങ് ആൻഡ് എൻജോയബിൾ വൺ. ആക്ഷൻ സീക്വൻസും ഫൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല രസമായിരുന്നു, കണ്ടിരിക്കാൻ അടിപൊളിയാണ്, നല്ല രസമാണ്. ഒരു ടാങ്കിന്റെ ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെയാണ് തുടക്കം വരുന്നത്, അത് കൊള്ളായിരുന്നു, സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ഉണ്ട്, മറ്റേ ഹാൻഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യമൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറേയൊക്കെ എനിക്ക് സംഭവം, കാരണം മാർവല് അവരുടെ എന്ത് സാധനത്തിലും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സൂപ്പർ ഹീറോ മൂവിയിൽ ലോജിക്ക് നോക്കരുത് എന്ന് പറയുന്നുണ്ട്, ലോജിക്ക് നോക്കുന്നതിൽ അർത്ഥമില്ല. ബട്ട് മാർവൽ എന്ത് സാധനത്തിനും ഒരു ലോജിക്ക് അവര് കൊണ്ടുവരുന്നതാണ്. കാരണം കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വരുന്നതിന് ഈവൻ ദോ ഇറ്റ് ഈസ് അൺനാച്ചുറൽ അൺഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനൊരു ലോജിക്ക് എപ്പോഴും മാർവൽ കൊണ്ട് തരുന്നുണ്ട്. ബട്ട് എനിക്ക് ആ ഒരു ഹാൻഡ് ഓപ്പറേഷനുമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസിൽ സ്പൈഡർമാന്റെ ഫൈറ്റ് ഇറ്റ്സ് ഓക്കെ, ബട്ട് ഈ ഹാൻഡിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും അതെങ്ങനെയാ, അത് നിപ്പിന് ചാടി 10 മീറ്ററും 20 മീറ്ററും ഒക്കെ പൊങ്ങുന്നു, അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടിരിക്കാൻ അടിപൊളിയാണ്, ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും സ്റ്റൈലും എല്ലാം കണ്ടിരിക്കാൻ അടിപൊളിയാണ്. ജാക്കി ചാന്റെ സ്വന്തം ടീമാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ഫൈറ്റും ആക്ഷനും ഒക്കെ. ബട്ട് എന്നാലും കുറച്ചൊന്ന് ഒരു എന്തെങ്കിലും ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കുമ്പം, കാരണം മാർവൽ എല്ലാത്തിനും ലോജിക്ക് കൊണ്ടുവരാറുണ്ടേ, അതുകൊണ്ടാണ്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മാർവലിന്റെ ഫൈറ്റ് സീക്വൻസിലായാലും എല്ലാത്തിലും ലോജിക് ഉണ്ട്. പക്ഷെ ഈ ഒരു സാധനത്തിൽ നിപ്പിൽ 10-20 മീറ്റർ ഒക്കെ ചുമ്മാ ചാടുന്നു, അതും സൂപ്പർ ഹീറോ അല്ലാത്ത സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഇല്ലാത്ത ആൾക്കാർ ചാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ച് ഓഫ് ആയിട്ട് തോന്നി. പിന്നെ സേഡി സിംഗിന്റെ ക്യാരക്ടറിനെ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗ്വെൻ സ്റ്റേസി വൈബ് അടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനിലെ എമ്മ സ്റ്റോൺ ചെയ്ത ഗ്വെൻ സ്റ്റേസിയുടെ ക്യാരക്ടറില്ലേ, അതിനൊരു ഹെഡ് കൊടുത്തിട്ട് ആ ഗ്വെൻ സ്റ്റേസിക്ക് ഒരു മോള് വന്നാൽ അങ്ങനെ ഇരിക്കും. ഇത് ഇത്രയും നാൾ വരെ ഞാൻ ഈ സ്പൈഡർമാൻ മൂവിയിലെ ഹീറോയിൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, പേഴ്സണലി ഇഷ്ടം ഈ എമ്മ സ്റ്റോണിന്റെ ക്യാരക്ടർ, എമ്മ സ്റ്റോണിന്റെ ഗ്വെൻ സ്റ്റേസി ആയിരുന്നു. ബട്ട് ഈ പടം കണ്ടപ്പോൾ തൊട്ട് ഇനി എന്തായാലും എമ്മ സ്റ്റോൺ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് സേഡി സിംഗിന്റെ അടുത്ത് ഈ പടം കണ്ടപ്പോൾ തൊട്ട് ഒരു കഷടിച്ച്. പുള്ളിക്കാരിയുടെ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. ഗ്വെൻ സ്റ്റേസിക്ക് പറ്റിയ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. ഗ്വെൻ സ്റ്റേസി ഇതിൽ കാണിച്ചിട്ടുള്ള ക്യാരക്ടറിനെ കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ഗ്വെൻ സ്റ്റേസി ആയിട്ട് സേഡി സിംഗിനെ കാസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെർഫെക്റ്റ് മാച്ച് എന്ന് എനിക്ക് പറയാമായിരുന്നു. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബട്ട് ഈ ക്യാരക്ടറിനും പുള്ളിക്കാരി ഓക്കെ ആണ്. ബട്ട് കുറച്ചുകൂടെ ഗ്വെൻ സ്റ്റേസിയുടെ ഒരു അപ്പിയറൻസ് ആണ് കാണുമ്പം സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയത്. പണിഷർ സ്പൈഡർമാൻ കോംബോ അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പണിഷറിന്റെ സെപ്പറേറ്റ് സീരീസോ അത് വേറെ ഏതോ സീരീസ് കണ്ടാലേ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അവർ തമ്മിലൊരു കോണ്ടാക്ട് വരുന്നതെന്നുള്ള സാധനം മനസ്സിലാവത്തുള്ളൂ. പണിഷർ ഉണ്ട്, ചെറിയ കുറച്ച് സീനുകളിൽ സ്കോർപ്പിയോണിനെ കാണിക്കുന്നുണ്ട്. അപ്പം പണിഷർ ഉണ്ട്, പണിഷറും സ്പൈഡർമാനും തമ്മിലുള്ളൊരു കോംബോ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഒരു സാധനം അത് കൊള്ളായിരുന്നു. കാരണം രണ്ടുപേരും നല്ല സാഡായിട്ട് ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ലൈഫിൽ ആരുമില്ല, സ്നേഹിച്ചിരുന്ന എല്ലാവരും നഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊരു ഫ്രണ്ട്ഷിപ്പ് സാധനം കൊണ്ടുവരുന്നു, ഫ്രണ്ട്സിനെ പോലെ ആവുന്നു എന്നുള്ള സാധനം. ഹേ കിഡ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ടൈപ്പും ഒക്കെ അത് നല്ലപോലെ കണ്ടപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ ഒരു സന്തോഷമുള്ള ഒരു സാധനമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ പ്ലസ് ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ്റെ ഒരു വൈബാണ് ടോം ഹോളണ്ടിനകത്ത് മൊത്തം പിടിച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പൈഡർമാൻ മൂവിയിൽ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ടൈപ്പ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ആൻഡ്രൂ ഗാർഫീൽഡിനെ മിസ് ചെയ്യും. പിന്നെ ഈ മ്യൂട്ടേഷൻ മറ്റേ ഓർഗാനിക് വെബ് കാര്യങ്ങൾ ഇത് വരുന്ന സാധനം, ആ ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പക്ക ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ മൂവീസിൽ കണ്ടാണക്കത്തെ ഒരു ആക്ഷൻ മൂവ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആ 2 സ്പൈഡർമാനെ നമുക്കൊന്ന് ഓർമ്മ വരും, അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യും. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് സിനിമ കാണാൻ പോയാൽ നമ്മുടെ തൊട്ടടുത്ത് 3 സീറ്റിലായിട്ട്. കാരണം ഈ പടം ഹൗസ്ഫുൾ അല്ലായിരുന്നു, ഹൗസ്ഫുള്ളും വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. കൂടിപ്പോയൊരു 50, 70, 80, മാക്സിമം 100, 200 പേരൊക്കെ ഉള്ളായിരുന്നു തിയേറ്ററിനകത്ത്. എൻ്റെ തൊട്ടടുത്ത് 3 കൊച്ചു കാറിറക്കി പിള്ളേർ വന്നിരുന്നു. അപ്പം ഇന്റർവെല് വരെയൊക്കെ നമ്മൾ സഹിച്ചു. സ്റ്റോറി ഇടാനായിട്ട് ഫോട്ടോ എടുക്കുന്നു, ഓക്കെ നീ ഇട്ടോ.
വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുത്തിട്ട് ആ സീനൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതെടുത്ത് സ്റ്റോറി ഇടണം. നീ സ്റ്റോറി ഇട എന്തെന്ന് വെച്ചാൽ ചെയ്തോ. എന്നിട്ട് ആ സ്റ്റോറി ഫുൾ സൗണ്ടിൽ സിനിമ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അത് കേട്ട് നോക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് ആ പാട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ എടുത്തിട്ട് ആ പാട്ട് ഫുൾ വോളിയത്തിട്ട് കേൾക്കുന്നു. അടുത്തിരിക്കുന്ന നമുക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇറിറ്റേഷൻ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഏതാ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നു, അവന്റെ അമ്മ വിളിക്കുന്നു, അച്ഛൻ വിളിക്കുന്നു. ഓക്കെ ശരി ആയിക്കോട്ടെ, നീ ഇത്തിരി ഒന്ന് സൗണ്ട് കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് റിംഗ് ടൂണെങ്കിൽ സൈലന്റ് ആക്കി വൈബ്രേറ്റ് മോഡിലെങ്കിൽ ഇട്ട് പോയി. ബാക്കിയുള്ളവർക്ക് സിനിമ കാണണ്ടേ എവിടെ നിന്ന്. ഇന്റർവെൽ വരെ അങ്ങനെ കടിച്ചു പിടിച്ച് നിന്നിട്ട് ലാസ്റ്റ് പിന്നെ പുറത്തോട്ടൊക്കെ ഇഷ്ടം പോലെ സീറ്റ് ഇറങ്ങുകൊണ്ട് പിന്നെ മാറിയിരുന്നു. എങ്ങനെ ഞാൻ ഫുള്ള് സിനിമ അവിടെ ഇരുന്ന് ഇവന്റെ അടുത്ത് ഇരുന്ന് കാണേണ്ടി വന്നിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളി വാങ്ങിയിട്ട് ഞാൻ മണ്ടക്കെട്ട് ഞാൻ കൊടുത്തേനെ, 3 എണ്ണത്തിനും കൊടുത്തേനെ. ഞാൻ പിന്നെ എന്തോ കടിച്ചു പിടിച്ച് ഇന്റർവെല്ലിൽ നിന്നിട്ട് എന്റെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊടുത്തേനെ. എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചിരുന്നിട്ട് ഞാൻ പിന്നെ എണീച്ച് യവന്മാരുടെ അടുത്ത് നിന്ന് ഒരു 7-8 സീറ്റ് അപ്പുറം മാറിപ്പോയി ഞാൻ എന്റെ കൂട്ടുകാരനും കൂടെ ഇരുന്നു. ആളില്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് അല്ലാതെ ഏത് സീറ്റിൽ വേണം പോയി ആയിട്ടിരിക്കണോണ്ട് ഇരിക്കുക. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഫുൾ ഇരുന്ന് കാണാൻ യവന്മാർ ഇതേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ മണ്ടക്ക് ഞാൻ കൊടുത്തേനെ. പിന്നെ ഇറങ്ങിയതിന് ശേഷം ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മാർവൽ ഫാൻസ് ആയിട്ട് നമ്മൾ ഈ സിനിമ ഫുള്ള് തീർന്നിട്ട് എഴുതി കാണിച്ചിട്ട് ഇരിക്കും. പിള്ളേര് ശരിക്കുള്ള മാർവൽ ഫാൻസ് ഒന്നും അല്ലായിരുന്നു, അമ്മമാര് അങ്ങ് പോയി. പിന്നെ ലാസ്റ്റ് സീൻ ഇതേപോലെ നമ്മൾ കാത്തിരുന്ന ഒരു 10-15 മിനിറ്റോളം ഞാൻ കാത്തിരുന്നത് ഒരു 3 സെക്കൻഡ് സീൻ കാണാൻ. അതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല. അതിന് സ്പൈഡർമാൻ റിട്ടേൺസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഡൂംസ്ഡേയില് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൂംസ്ഡേയില് വരുമെന്ന് എഴുതി കാണിച്ചില്ല. പക്ഷേ സ്പൈഡർമാൻ വിൽ റിട്ടേൺസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. റിട്ടേൺ ആവണമല്ലോ, റിട്ടേൺ ആവണം, നല്ലൊരു ഗുമ്മുള്ളൂ. ഞാൻ ഈ പടം കണ്ടിട്ട് എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അതേപോലെയാണ് ഞാൻ ഇതിനകത്ത് റിവ്യൂ പറഞ്ഞേക്കുന്ന. എനിക്ക് ഈ പടത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗൂസ് ബമ്പും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. നോ വേ ഹോം പോലെ അല്ലെങ്കിൽ അമേസിംഗ് സ്പൈഡർമാൻ 2 പോലെ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച് ആവുന്ന ഒരു സാധനവും കിട്ടിയിട്ടില്ല. ഗൂസ് ബമ്പ് മൊമെന്റ്സ് ഒന്നും വലുതായിട്ടൊന്നും കിട്ടിയില്ല. ഫൈറ്റ് സീൻസ് ഒക്കെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് ജാക്കി ജാന്റെ ടീമാണ് വരുന്നത്. ആ കൊറിയോഗ്രാഫിയുടെ ഭയങ്കരമായിട്ടുള്ള സാധനമുണ്ട്. അതൊന്നും ബാക്കിയുള്ള ഈ സിനിമ റിവ്യൂവേഴ്സ് പറഞ്ഞാണെങ്കിൽ പൊക്കി അടിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. കാണാൻ കൊള്ളാം, പടം കണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ നമ്മൾ എന്ത് ഈ തിയറിയും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ കണ്ടുകൊണ്ട് എന്തെങ്കിലും സ്പൈഡർമാൻ മൂവി, മാർവൽ മൂവി എന്ന് പ്രതീക്ഷിച്ച് പോയി അത്രയൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്തായാലും കിട്ടിയില്ല. ചിലർക്ക് കിട്ടുമായിരിക്കും, ചിലർക്ക് കിട്ടത്തില്ലായിരിക്കും. ഇത് കണ്ട് സിനിമ കഴിഞ്ഞ് ഞാൻ വെളിയിറങ്ങി, നമ്മളിങ്ങനെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന സമയത്ത് ഒരു പെങ്കൊച്ച് ചേട്ടൻ്റെ കൂടെ കസിൻ്റെ കൂടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ സിനിമ കാണാൻ വന്നിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, ചക്ക മാങ്ങ തേങ്ങ ഷീഹൾക്ക് വരും, മറ്റത് വരും, മറിച്ചത് വരും എന്നൊക്കെ പറഞ്ഞ ആ പെങ്കൊച്ചു വരെ ചീറ്റം വിളിച്ചോണ്ട് പോണു. അങ്ങനെയായിരുന്നു ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. എന്നാ പ്രതീക്ഷിച്ചതിന്റെ അത്ര ഉണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അത്ര ഇല്ല. ഞാൻ പിന്നെ ഈ തിയറിയും കാര്യങ്ങളും ഒന്നും ആദ്യമേ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ തിയറി വീഡിയോസ് ചെയ്യുന്നവന്മാരടുത്താണ് പറയാനുള്ളത്, എടാ നീയൊക്കെ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും മാർവൽ സിനിമാസിൽ അതേ കണക്ക് സംഭവിച്ചിട്ടുണ്ടോ? അവിടെ എഴുതായിരിക്കണമാർ പൊട്ടന്മാരല്ല. നീയൊക്കെ ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യും, നീയൊക്കെ കോമിക്കൊക്കെ ചെകഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെ നടക്കുമെന്നൊക്കെ മുമ്പേ പ്രഡിക്റ്റ് ചെയ്യും, അതൊക്കെ വീഡിയോ ഇടുമെന്ന് അവന്മാർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവന്മാർ അതേ കണക്ക് കൊണ്ടുവരുമെന്നാണ് നീയൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത്. ദയവ് ചെയ്ത് ആ പരിപാടി നിർത്ത്. ചുമ്മാ ആൾക്കാരിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് പോകും, അവർ വരും ഇവർ വരുമെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് പോവും. ലാസ്റ്റ് ചെന്നിട്ട് കാണുമ്പോൾ അതൊന്നും ഇല്ലാതെ വരുമ്പം പടത്തിനെ ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റ് ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഓർഗാനിക് വെബ് മ്യൂട്ടേഷൻ ആ സാധനമൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി അല്ലാതെ കുറെ തിയറിയും കാര്യങ്ങളും ഒക്കെ ഡെവൽ വരും, മറ്റവർ വരും, മറിച്ചവർ വരും എന്നൊക്കെ പറഞ്ഞ് കുറെ തിയറിയും കാര്യമൊക്കെ യൂട്യൂബിൽ കുറെ മാരിട്ട് അതൊന്നും ഇതിനകത്തൊന്നും വന്നില്ല. ഞാൻ അതിലൊന്നും ഡിസപ്പോയിന്റഡ് അല്ല. ബട്ട് പടം പെട്ടെന്ന് തീർന്നടേ. 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് പടം പെട്ടെന്ന് തീർന്ന് ഷൂന്നും പറഞ്ഞൊരു പോക്കങ്ങ് പോയി. വലിയൊരു സ്റ്റോറി ലൈൻ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ ഇവർക്ക് പടം നീട്ടിയിട്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെയൊക്കെ സ്റ്റോറി ലൈൻ ഒന്ന് ഇവോൾവ് ചെയ്ത് കുറച്ച് ടൈം കൂടെ വലിച്ച് നീട്ടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കാണിച്ച്, ഫൈറ്റ് പരമായിട്ടോ ഗ്രാഫിക്സ് പരമായിട്ടോ അല്ലെങ്കിൽ അനിമേഷൻ പരമായിട്ടോ VFX CGI പരമായിട്ടൊന്നും അല്ല, കുറച്ചുകൂടെ പണം നീട്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാമ്പുള്ളതാണ് കാണിക്കായിരുന്നു. ആ ഒരു കാമ്പ് എനിക്ക് കിട്ടിയില്ല. അതിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ബട്ട് പടം സാറ്റിസ്ഫൈഡ് ആണ്. കാണാനും കണ്ടിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന പടമാണ്. ബട്ട് എന്തോ ഒരു കംപ്ലീറ്റ് ഫീൽ എനിക്ക് കിട്ടിയില്ല. കുറെ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷിച്ച് വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കണ്ട പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തോ അത് ഫീൽ ചെയ്തില്ല. ദിസ് ഈസ് മൈ ഓണസ്റ്റ് റിവ്യൂ. നിങ്ങൾ ഈ പടം കണ്ടതിന് ശേഷം, കണ്ടിട്ടുള്ളവരാണെന്ന് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യുക.
കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ സ്പോയിലറൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പോയി കാണാം, ഇല്ലെങ്കിൽ പോയി കണ്ടതിന് ശേഷം വന്നിട്ട് വീഡിയോ കാണാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. എന്തായാലും എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. എന്നെ ആരും ഒന്ന് വിളിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടം. എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു. വേണമെന്നുള്ളത് കണ്ടിട്ട് നിങ്ങളെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ സ്പൈഡർമാൻ മൂവിയെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.